7-ാം സ്ഥലം. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതിൻ്റെ 8-ാം ദിവസം തോമസിൻ്റെ സാന്നിധ്യത്തിൽ യേശു വീണ്ടും അവർക്ക് പ്രത്യക്ഷനാകുന്നു. ഉയർത്തെഴുന്നേറ്റ മിശിഹായെ, ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും നിത്യജീവൻ നൽകുന്നവനുമാകുന്നു. തിരുവചനം. 8-ാം ദിവസം വീണ്ടും യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നടുവിൽ തോമായ്ക്കും ദർശനം നൽകി. അവിടത്തെ നാമത്തിൽ ജീവൻ പകർന്നു പരിപൂർണ വിശ്വാസിയാക്കി നാഥൻ സ്വർഗീയ സന്ദേശമേകി. കരചരണങ്ങളും പാർശ്വത്തിൻ മുറിവും കണ്ടപ്പോൾ ശിഷ്യനാം തോമാ, എന്റെ കർത്താവേ, എന്നോട് ദൈവമേ എന്നു വിളിച്ചു കരഞ്ഞു തോമാ. സത്യവിശ്വാസിയായി തീർന്നു. ജീവിത വീതിയിൽ പതറുന്ന ചിന്തയിൽ ഇടറി നടക്കുന്ന ഞങ്ങൾ ദൈവത്തിൽ മാത്രമായി വിശ്വാസമർപ്പിച്ചു രക്ഷകൻ നൽവരം നേടാം. ഞങ്ങൾ ഒന്നായി നിൻ സ്തുതി പാടാം. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, ഞങ്ങൾക്കു വേണ്ടി അങ്ങ് അനുഭവിച്ച സഹനങ്ങളുടെ അടയാളങ്ങളായ മുറിവുകളിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾ കണ്ടെത്തുവാനും ഞങ്ങളുടെ ആന്തരിക മുറിവുകളും വേദനിക്കുന്ന അനുഭവങ്ങളും അങ്ങയുടെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ച് ആശ്വാസം അനുഭവിക്കുവാനും ഞങ്ങളെ അനുവദിക്കണമേ. തോമസ് അപ്പസ്തോലനോട് അങ്ങ് അനുശാസിച്ചല്ലോ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയുടെ വചനങ്ങളെ പൂർണ്ണമായി ഗ്രഹിപ്പാനും വിശ്വസിക്കുവാനും അങ്ങിൽ മാത്രം വിശ്വാസമർപ്പിച്ച് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഉദ്ധിതനായ മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.